ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്കുള്ള ശുഭവാർത്ത എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഈ വരുന്ന 6 months നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന ശുഭവാർത്ത. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 1, അതായത് നമ്മുടെ റാസ്ബെറി ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 1. അതേപോലെ നമ്മൾ റെഡ് കറന്റ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2. ലാസ്റ്റ് നമ്മുടെ ആപ്പിൾ ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിൽ ഏത് ഫ്രൂട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? സോ അതാണ് നമ്മളുടെ റീഡിങ്. ഓക്കെ, പൈൽ നമ്പർ 1 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് എത്തുന്ന ശുഭവാർത്ത, നിങ്ങളിലേക്ക് എത്തുന്ന സന്തോഷ വാർത്ത, ശുഭവാർത്ത ഈ വരുന്ന 6 മാസത്തിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1. Page of Wands, Queen of Cups, Wheel, 7 of Swords, 7 of Pentacles, High Priestess, 5 of Wands energy. പൈൽ നമ്പർ 1 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 6 മാസത്തെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആദ്യത്തെ ശുഭവാർത്ത എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആരോഗ്യപരമായിട്ട് അത്ര നല്ലൊരു അവസ്ഥയിലല്ല, ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ ഉള്ള ആ ഒരു വ്യക്തിക്ക് ആരോഗ്യം വീണ്ടെടുക്കുന്നതിൻ്റെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് പ്രഗ്നൻസി സിറ്റുവേഷനായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇതിവിടെ പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് പിന്നീട് പ്രഗ്നൻസിക്ക് ശേഷം പോസ്റ്റ്പാർട്ടം ബ്ലൂസ് ഒക്കെ വരുന്നവർ, അതായത് അതിനുശേഷം പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. ചുറ്റിനുമുള്ള ആളുകളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അവരുടെ ചിന്താഗതിയിലും പ്രവൃത്തിയിലും ഒക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ആക്റ്റീവ് ആകുന്ന ഒരു സമയം എന്ന് തന്നെ പറയാവുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ മാത്രമല്ല, അതായത് പഠിക്കുന്ന കാര്യത്തിൽ ശുഷ്കാന്തിയും കാര്യങ്ങളും എന്നുള്ള രീതിയിൽ മാത്രമല്ല, സ്പോർട്സ്, ആർട്സ്, മറ്റ് തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് കലകളിലൊക്കെ തന്നെ നൈപുണ്യം നേടുന്ന ഒരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ വളരെയധികം എല്ലാ കൃത്യനിഷ്ഠയോടുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തോട് തന്നെ വളരെ ജനറസ് ആയിട്ട്, വളരെ കൈൻഡായിട്ട് നിൽക്കുന്ന, മറ്റുള്ളവരോട് വളരെ കാരുണ്യത്തോടു കൂടിയിട്ട് മുന്നോട്ടേക്ക് ജീവിതത്തിൽ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതായത് മറ്റുള്ളവരുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഒരു സാഹചര്യം വരെ മറ്റൊരാൾ ഇത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അല്ലെങ്കിൽ എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവരോടൊരു അവരെന്തുകൊണ്ട് ഇത് ചെയ്യുന്നു, എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് കാര്യത്തിൽ എങ്ങനെ ചെയ്യാനാണ്, ഏത് കാര്യത്തിലാണോ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ വിചാരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങുകയും നിങ്ങളുടെ കഴിവുകൾ പരിപോഷിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യാണ്. മറ്റുള്ളവരിൽ ഉള്ള നല്ല നല്ല സ്കിൽസ് കണ്ടിട്ട് അതിൽ അസൂയ തോന്നും, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് എനിക്കില്ല, നമ്മളിൽ ഇല്ലാത്തത് കണ്ടെത്താൻ ശ്രമിക്കുന്നു, പകരം നമ്മുടെ ഉള്ളത് അത് പരിപോഷിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. ജോലി സംബന്ധമായിട്ട് നിങ്ങൾ പലർക്കും ടോക്സിക് ആയിട്ടുള്ള വർക്ക് എൻവയൺമെന്റ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവര്, അതായത് മാനസികമായിട്ട് ഒട്ടും ഒത്തുപോകാൻ പറ്റാത്ത ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ഉള്ളിലും പുറത്തും നിങ്ങൾക്ക് വളരെയധികം ഈ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു അറുതി വരുന്ന ഒരു സമയം എന്ന് പറയാം. പുതിയ പെർസ്പെക്റ്റീവ് ലോകത്തെ നോക്കി കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ ഉയർച്ച നേടുന്നുണ്ട്. അത് മാനസികമായിട്ടുള്ള നിങ്ങളുടെ
അതായത് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ പേഴ്സ്പെക്റ്റീവിലും മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ചില അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, ഇതൊക്കെ നിങ്ങൾ എടുത്ത് മാറ്റുന്ന ഒരു സമയമാണ് മുന്നോട്ടേക്ക്. നിങ്ങളെക്കുറിച്ചിട്ടുള്ള, അതായത് പലപ്പോഴും നമ്മൾ നമ്മുടെ മുഖത്തൊരു ഒരു മുഖംമൂടി ഇട്ടിട്ട് ശരിയായിട്ടുള്ള നമ്മൾ എന്താണെന്ന് മറ്റുള്ളവരോട് പറയാതെ നമ്മൾ ആ ഒരു രീതിയിലാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എങ്കിൽ റിയലായിട്ടുള്ള നമ്മൾ എന്താണ് നമ്മൾ മറ്റുള്ളവരോട് പറയാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് ലൈഫ് എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, എവിടെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഒരു രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. അപ്പോൾ അതായത് വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും ഒക്കെയുള്ള നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഉറച്ചൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളും നിങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നതിലും മാറ്റങ്ങൾ വരുത്തുന്നത് നിങ്ങളുടെ എനർജി ഒരു പുനർജന്മം എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാണ്, വിട്ടുകളയേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ നിന്ന് വിട്ടുകളയാണ്. ഇത് സാമ്പത്തികവും മറ്റ് ജോലി, വിദ്യാഭ്യാസം, ഈ പറയുന്ന കാര്യങ്ങളാണ് ഏറ്റവും ഊന്നൽ നൽകി നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ അതായത് നിങ്ങളുടെ കരിയറിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ ശമ്പളം വർദ്ധിക്കുന്നുണ്ടാവാം, പുതിയ ജോലിയിലേക്ക് കയറുന്നുണ്ടാവാം, അതുപോലെ തന്നെ പല രീതിയിൽ സാമ്പത്തിക വർധന ഉണ്ടാകുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ ബാങ്കിൽ നിന്ന് എന്തെങ്കിലും ലോൺ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ ലോണിനുള്ള സാധ്യത ഉള്ളതാവാം സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വളരെയധികം മുന്നോട്ടേക്ക് ജീവിതത്തിൽ എന്തൊക്കെ കാര്യത്തിലാണോ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വളരെ നല്ലൊരു സാധ്യത അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പോസിബിലിറ്റി ടു ഏത് കാര്യത്തിലാണോ നിങ്ങൾക്ക് മുന്നേറാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പുതിയ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചൊരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങാനുള്ളൊരു ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ബിസിനസ് തുടങ്ങാനുള്ള ഒരു സാഹചര്യം ആവാം. അപ്പോൾ ഇപ്പൊ ജോലി രാജിവെച്ചിട്ട് പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ജോലിയിൽ നിന്ന് മറ്റൊരു പുതിയൊരു ജീവിതത്തിലേക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് ഇതുവരെ ഞാൻ ഒന്നുമല്ല, ഒരു വിക്ടിം മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഒരു വിക്ടിം മെന്റാലിറ്റി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ 7 ഓഫ് സോർഡ്സ് എനർജി ഉണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആരുമല്ല, ഒന്നുമല്ല, നിങ്ങളൊരു ഇരയാണ്, നമ്മളെപ്പോഴും ഒരു ഇരയാണെന്നുള്ളൊരു ചിന്തയും അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ചതിച്ചു. ഇപ്പൊ ഇവിടെ ഈ 7 ഓഫ് സോർഡ്സ് എനർജി ചതിയുടേതായിട്ടുള്ള ഒരു എനർജിയാണ്. ചതി, വഞ്ചന, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആവശ്യത്തിൽ കവിഞ്ഞ് നമ്മുടേതല്ലാത്തത് നമ്മൾ എടുക്കുക എന്നുള്ളത്. ഇത് നിങ്ങളുടെ എനർജി അല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ മറ്റൊരാൾ നിങ്ങളെ ചതിച്ചതിന്റെ സങ്കല്പം ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചതി പറ്റി, വഞ്ചന പറ്റി, അതിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളൊരു ഗുഡ് ന്യൂസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പല ആളുകളുടെയും പല സീക്രറ്റ്സും നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫെയർ ഷെയറിനേക്കാൾ കൂടുതൽ നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് ജീവിതത്തിലേക്ക് പോകുമ്പോൾ ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങൾ നേടേണ്ടത്, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത്. അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക, നമ്മളുടെ ആ ഒരു കർമ്മ, ആ ഒരു എനർജിയിലൂടെ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് നമ്മളെന്ന് പറയുന്ന വ്യക്തി നമ്മൾക്ക് അർഹതപ്പെടാത്തത് തേടി പോകാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് മറ്റൊരാൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വരില്ല. കാരണം
അത് അവരിലേക്ക് എത്തില്ല. നിങ്ങൾക്കുള്ളത് നിങ്ങളിലേക്ക് തന്നെയാണ് എത്തുന്നത്. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. നിങ്ങളിലേക്ക് തന്നെ അത് എത്തുന്നു എന്നുള്ളതാണ്. 7 ഓഫ് സോർഡ്സ് ആൻഡ് 7 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഒരു ഗുഡ് ന്യൂസ് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ഗുഡ് ന്യൂസിലേക്ക് എത്തണമെങ്കിൽ അതിലേക്ക് എത്താനുള്ള പാത എപ്പോഴും വളരെ സുരക്ഷിതമോ അല്ലെങ്കിൽ വളരെ എളുപ്പമായിട്ടുള്ളതായിരിക്കില്ല. അതിലേക്ക് എത്താൻ കുറച്ച് കടമ്പകൾ കടക്കേണ്ടി വരും. ആ കടമ്പകൾ നിങ്ങൾ കടന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഗ്രോത്ത് അത്ര ഫാസ്റ്റ് ഒന്നും ആയിരിക്കില്ല, പതുക്കെ ഉള്ളൊരു ഗ്രോത്ത് ആയിരിക്കും. എല്ലാം എളുപ്പവും ആയിരിക്കില്ല. അതിനനുസരിച്ചിട്ട് വേണം ആ ഒരു യാത്ര മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. 7 ഓഫ് പെന്റക്കിൾസ് എനർജി എന്നുള്ളത് ഇവിടെ ഒരു പോസും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ധൃതി പിടിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഒരു ചെറിയ വിട്ടുവീഴ്ചയോട് കൂടിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. അതിനർത്ഥം അത് നമ്മൾ ചില സാഹചര്യങ്ങൾ തടസ്സങ്ങളൊക്കെ വരുന്നുണ്ടാവും. ആ തടസ്സങ്ങൾ വരുന്ന നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യാനാണ്. നമ്മൾ ഓടുകയല്ല വേണ്ടത്, നടക്കുകയാണ്. ഇവിടെ ഒരു റണ്ണിങ് റേസ് അല്ല, മാരത്തോൺ ആണ്. അപ്പോൾ നമ്മൾ ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, ആദ്യം എത്തുക എന്നുള്ളതല്ല. കാരണം നമ്മൾ പലപ്പോഴും ആദ്യം എത്തുക എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമ്മളുടെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തിലേക്ക് ഇത്ര സമയത്തിൽ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. മറ്റൊരാളേക്കാൾ മുമ്പിൽ എത്തുക, ആദ്യം എത്തുക എന്നുള്ളൊരു ചിന്തയൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ലക്ഷ്യം ഇതാണ്, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തുന്നു എന്നുള്ളൊരു ചിന്തയാണ് വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ പലരെയും സംബന്ധിച്ച് നിങ്ങളുടെ നിയോഗം നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. ഈ ഒരു 6 months ടൈം പീരീഡിനുള്ളിൽ നിങ്ങളുടെ നിയോഗം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം തന്നെ മതിയായി എന്ന് വരില്ല അവരവരുടെ നിയോഗങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ നിങ്ങളുടെ പലരെയും സംബന്ധിച്ച് നിങ്ങളുടെ സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് അവേക്കനിങ് ഫേസ് ആയിരിക്കും. ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ ആയിരിക്കും ചില ആളുകൾക്ക്. ചില ആളുകൾക്ക് ലൈറ്റ് വർക്കേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ. അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടായേക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ നിയോഗം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു പാതയിലൂടെയാണ് നിങ്ങൾ പോകേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് ലൈഫിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി, നിങ്ങളുടെ ബാഹ്യമായിട്ടുള്ളതും ഇന്റേണൽ ആയിട്ടുള്ള എനർജിയും വളരെയധികം പവിത്രമായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. മെയിൻ തീം വന്നിട്ട് 5 ഓഫ് ഫോൺസ് എനർജിയാണ്. മെയിൻലി ഇത് കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡയറക്റ്റ്ലി പറയുകയാണെങ്കിൽ. പക്ഷേ ഇത് സൂചിപ്പിക്കുന്ന ഒരു കോമ്പറ്റീഷൻ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ്, ഒരു കോമ്പറ്റീഷനും ഇല്ലാതെ നമ്മൾ പലപ്പോഴും പലയിടത്ത് എത്തുമ്പോഴും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കില്ല. നമുക്ക് നമ്മളെ തന്നെ ഒരു മതിപ്പ് തോന്നില്ല. കാരണം ആരും കോമ്പറ്റീഷനൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ എത്തുമ്പോൾ പല ആളുകളും ആ സ്ഥാനത്ത് ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പലരെയും ജയിച്ച് അല്ലെങ്കിൽ പലരുടെയും ഇടയിൽ നിന്ന് നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അവരെക്കാൾ മികച്ചത് എന്നുള്ളൊരു രീതിയേക്കാൾ കൂടുതൽ പല കാര്യങ്ങളിലും അവരെക്കാൾ മികച്ചതായിരിക്കാം, അവർ വേറെ ചില കാര്യങ്ങളിലും മികച്ചതായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഇവരെക്കാളും ഈ ഒരു കാര്യത്തിൽ മികച്ചതാണ് എന്നുള്ളൊരു വാല്യൂ, സ്വയം ഒരു വാല്യൂ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഇതിനെ കാണാൻ, ചാലഞ്ചസിനെ നെഗറ്റീവായിട്ട് കാണാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചാലഞ്ചിനെയൊക്കെ അതിജീവിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്ക് ചെയ്ത് അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമുക്ക് ഫയൽ നമ്പർ 2 കിടക്കാം. ഓക്കെ, സോ ഇനി ഫയൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന, അതായത് ഈ 6 മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഗുഡ് ന്യൂസ് എന്താണ് ഫയൽ നമ്പർ 2 എന്ന് നമുക്ക് നോക്കാം. Temperance, 6 of Cups, Hermit, 3 of Cups, Page of Cups, Lovers energy, and main theme വന്നിട്ട്
8 ഓഫ് ഫോൺസ് എനർജിയാണ്. പൈൽ നമ്പർ 2 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സന്തുലിതാവസ്ഥ തിരിച്ചു വരിക. അതായത് കുറച്ച് നാളുകളായിട്ട് ജീവിതത്തിൽ ഒരു മനസ്സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്തൊരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സുഖമില്ല, എന്തൊക്കെയോ ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തൊരു തോന്നലെന്നൊക്കെ നമ്മൾ പറയില്ല. ഒരു മനസ്സമാധാനമില്ല. അപ്പോൾ സമ്പത്തുണ്ടാവും, ജോലി ഉണ്ടാവും, ബാക്കി എല്ലാം ഉണ്ടാവും. അപ്പോൾ ശാരീരികവും മാനസികമായിട്ടൊക്കെ നല്ലൊരു ഫീലിംഗ് ഉണ്ട്. എന്തോ ഒന്ന് മിസ് ചെയ്യുന്നു. എല്ലാം ഉണ്ടായിട്ടും വളരെ നമ്മൾ ചിലപ്പോൾ പറയും എല്ലാം ഉണ്ട് ലൈഫിൽ, പക്ഷെ ഭയങ്കരമായിട്ട് എന്തിനാണ് ജീവിക്കുന്നതെന്ന് തന്നെ തോന്നുകയാണ്. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യം തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഒരു ഒത്തിരി നെഗറ്റിവിറ്റീസ് ആണ് മൈൻഡിലുള്ളത്. ഒരു ഡിപ്രസീവ് സ്റ്റേറ്റ് ആയിരിക്കാം, ആങ്സൈറ്റി ആയിരിക്കാം, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റ് ക്ലാഷ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരിക. നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ആൽക്കമി, ഒരു ബ്ലെൻഡിങ് എനർജിയാണ്. എല്ലാം ഒന്ന് ഹാർമണി, വളരെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരും. നമ്മുടെ ലൈഫിൽ നമ്മൾ പറയും, ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഫെമിനൈൻ എനർജി എന്ന് പറയും. ഇപ്പോൾ ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എന്ന് പറയുന്നത് സ്ത്രീ പുരുഷൻ എന്നുള്ള രീതിയിലാണ് പല ആളുകൾ എടുക്കുന്നത്. നമ്മുടെ ചാരിറ്റിന്റെ ബേസിസിൽ അതൊരു പുരുഷനോ സ്ത്രീയോ എന്നുള്ള അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്. ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോൾ കുറച്ച് സോഫ്റ്റ് കെയറിങ് എനർജീസ്, അതേ മസ്കുലൈൻ ബോൾഡ് ആൻഡ് സ്ട്രോങ് എനർജി എന്നുള്ള രീതിയിൽ. അത് പുരുഷന്മാര് ഫെമിനൈൻ എനർജി ഉള്ളവരുണ്ട്, സ്ത്രീകളിലെ മസ്കുലൈൻ എനർജി. ഇത് രണ്ടും ഒരേ തലത്തിലും ഒരേ രീതിയിലും പലരിലും ഉണ്ടാകേണ്ടുന്നതുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഈ രണ്ട് എനർജീസും ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ മാത്രമാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത്. ആ ഒരു ആൽക്കമി ഓഫ് എനർജിയാണ് നിങ്ങളിൽ വന്നിരിക്കുന്നത്. അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളൊരു പെർഫെക്റ്റ് ആൽക്കമിക്കൽ പേർപ്പസിലാണ് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നത്. അതേപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാലൻസ് ജീവിതത്തിലേക്ക് കൊണ്ടുവരും, സ്പിരിച്വൽ കണക്ഷൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു. ഇതൊക്കെ നിങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ പറയാം. ആ ഒരു പോസിറ്റിവിറ്റിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അത് ഒരു കംപ്ലീഷൻ ഫേസ് കൂടിയാണ്. പല കാര്യങ്ങളിലൊന്നുമില്ല, പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു പര്യവസാനത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയമാണ്. നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ പല കാലഘട്ടത്തിലുമുള്ള ഒരു പര്യവസാനം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു അടുത്ത സമയത്തും. അതേപോലെ 6 ഓഫ് കപ്സ് എനർജിയാണ്. ഇത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു വാർത്ത, നിങ്ങളുടെ വളരെ അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ വളരെ അടുത്ത സുഹൃത്തിന്റെ വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ ചില ആളുകൾ പ്രായമായിട്ടുള്ളവർ, ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് പ്രായമായിട്ടുള്ളവരാണെങ്കിൽ ആ സുഹൃത്തിന്റെ മക്കളുടെ വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾ, അങ്ങനെയുള്ള പല പല സന്തോഷ വാർത്തകൾ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ പഴയ കാലത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബാല്യകാല സുഹൃത്ത് നിങ്ങളെ കാണുന്നു. അപ്പോൾ സ്കൂളിലോ കോളേജിലൊക്കെ പഠിച്ചിട്ടില്ല, അതേപോലെ സ്കൂൾ കോളേജ് റീയൂണിയൻസ് ഒക്കെ അടുത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. മാത്രമല്ല ഇതൊക്കെ നിങ്ങൾ അവിടെയൊക്കെ പോകുമെന്നോ അറിയുമെന്നോ ഒന്നും ഒരു തരത്തിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടാവും നമ്മുടെ പാസ്റ്റിൽ തന്നെ. കാരണം അവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ചില ആളുകൾ പാസ്റ്റിൽ നിങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിട്ടും ഒരു നല്ലൊരു ബന്ധം നിലനിർത്തി പോന്നിട്ടുണ്ടാവാം. അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ആ ഒരു ബന്ധത്തിനൊരു നമ്മൾ ക്ലോഷർ എന്ന് പറയും, അത് അവസാനിപ്പിച്ച്, അതായത് നല്ല രീതിയിലാണ് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ്ലി നല്ലതാണ് എന്നൊരു ഇതാണ്. അല്ലെങ്കിൽ ചില ആളുകളായിട്ട് ചേർന്നിട്ട് അവര് ഇടയ്ക്ക് നിങ്ങൾ ചിലപ്പോൾ പ്രണയത്തിലായിട്ടുണ്ടാവാം, ഇടയ്ക്ക് വെച്ച് വിട്ടുപോയതായിരിക്കും, പക്ഷെ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പോ ഒന്നും നടന്നിട്ടുണ്ടാവില്ല. അതായത് ഒന്നുകിൽ ബ്രേക്കപ്പ് നടക്കുകയാണെങ്കിൽ ഒരു ക്ലോഷർ, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിച്ച ഒരു വിവാഹത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു തീർത്തിട്ടുണ്ടാവാം. അവിടെ ആ ഒരു ക്ലോഷർ കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ എവിടെയാണോ അത് വിട്ടിട്ട് പോയത് അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ്. നിങ്ങൾ അവരോട് ക്ഷമിച്ചിട്ടുണ്ടാവില്ല, അവരെ നിങ്ങളോട് ക്ഷമിച്ചിട്ടുണ്ടാവില്ല, അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പറയുന്ന നിങ്ങൾ തമ്മിലൊരു കണ്ടുമുട്ടലുണ്ടാവാം. അത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ സ്കൂൾ കോളേജ് റിയൂണിയൻ ആവാം, മറ്റെവിടെയെങ്കിലും വെച്ചാവാം. നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ പിന്നീട് നിങ്ങൾ ഒരുമിച്ച് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാനോ ചായ കുടിക്കാനോ ഒക്കെ പോകുന്ന സമയത്ത് ഇത് സംസാരിച്ച് നിങ്ങൾ ആ ഒരു ക്ലോഷർ അവിടെ ഉണ്ടാക്കുന്നു. നിങ്ങൾ കുറേ നാളുകളായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു ഭാരം നിങ്ങൾ ഇറക്കി വെക്കണം.
അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾക്ക് വളരെയധികം വിട്ടുകളയാണ് ജീവിതത്തിന് ആളുകളെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ വിട്ടുകളയുന്ന ഒരു സ്വഭാവം. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു റിഗ്രറ്റ്, പശ്ചാത്താപം, നെഗറ്റിവിറ്റി, അതേപോലെ മാപ്പ് കൊടുക്കാൻ പറ്റാത്തത് മാപ്പ് കൊടുത്ത് വിട്ടുകളയുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് ആ പറഞ്ഞ പോലെ തന്നെ ടെമ്പറൻസ് എനർജി സ്ട്രോങ് ആണ്. അതേപോലെ ഹെർമിറ്റ് മോഡാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ആത്മീയതയിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുന്ന സമയമാണ്. ചില ആളുകളെ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു പക്ഷെ നിങ്ങൾ ആത്മീയതയിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തീരെ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. പക്ഷേ ഈ ഒരു നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പലപ്പോഴും നമുക്കറിയാം, ചില ആളുകൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ 40-45 വയസ്സൊക്കെ ആവുമ്പോൾ ആത്മീയതയിലേക്ക് ഇറങ്ങും. കാരണം ആ ഒരു ലെവൽ അവർ ജീവിതം ജീവിച്ച് കഴിയുമ്പോഴായിരിക്കും അവർക്കൊരു എന്താ പറയുക, നമ്മൾ ബോധോദയം ഉണ്ടായെന്ന് പറയുന്നത്. ഇതൊന്നും ഇങ്ങനെയല്ല, ലൈഫിൽ എന്തൊക്കെയോ ഇതല്ലാണ്ട്, ഫിസിക്കൽ വേൾഡ് അല്ലാണ്ട് മെറ്റീരിയലിസ്റ്റിക് ഉള്ള പണം സമ്പാദിക്കുന്നതിനെ പുറകെ നടക്കുന്നതുകൊണ്ട് അപ്പൊ അതല്ലാണ്ട് വേറെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു ബോധോദയം ഉണ്ടാകുന്ന, ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുന്നു എന്ന് പറയാം. മറ്റു ചില ആൾക്കാർക്ക് അതൊരിക്കലും ഉണ്ടാവില്ല. കാരണം 60-75 വയസ്സായാലും ആ ഒരു എനർജി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എനർജിയിലായിരിക്കും നിൽക്കുന്നത്. മറ്റു ചിലർക്ക് ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു പ്രായത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അവർ ചിലപ്പോൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നമുക്കത് ദൈവികമായിട്ടുള്ള കാര്യത്തിൽ താല്പര്യം ഉണ്ടായി കാണില്ല. ഒരു ലെവല് കഴിയുമ്പോഴാണ് അവർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങുക. ഇപ്പൊ ചില ആളുകൾ ഒരു 10-25 വയസ്സൊക്കെ ആവുന്ന സമയത്ത് അവര് യങ്സ്റ്റേഴ്സ് ആയിരിക്കുമ്പോൾ അവർക്ക് വലിയ വലിയ പ്രാരബ്ധങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ വലിയ വലിയ വാചകങ്ങളൊക്കെ പറയും. അതായത് നിരീശ്വരവാദിയായിരിക്കാം. പക്ഷെ ലൈഫിൽ ഒരു പ്രാരബ്ധമൊക്കെ വന്നു തുടങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യങ്ങൾ നേരെ ആവാതെ വരുമ്പോൾ, സ്വന്തം കൺട്രോളിൽ ആവാതെ വരുമ്പോൾ എന്റെ കൺട്രോളിനപ്പുറത്ത് മറ്റെന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങും. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എപ്പോഴും നമ്മൾ പറയുന്ന ആള് സങ്കടങ്ങൾ വരുമ്പോഴാണ് ആളുകൾ ദൈവത്തെ വിളിക്കുക, അല്ലാതെ വിളിക്കുന്നവരില്ല എന്നല്ല. അങ്ങനെ പൊതുവെ ജനറലായിട്ട് ഒത്തിരി ആളുകളും കൂടുതൽ ആളുകളും അങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ദൈവവിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ അടുത്തിടയ്ക്കായിട്ട്. അപ്പോൾ അതൊക്കെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്നു, നിങ്ങൾ പുതിയ പാതയിലേക്ക് ഇറങ്ങുന്നു. സ്പിരിച്വാലിറ്റി, ആത്മീയത. ചില ആളുകൾ നിങ്ങൾ ഇതിലൊന്നും താല്പര്യമില്ലാത്ത വ്യക്തിയായിരിക്കാം. അപ്പോൾ ചില ആളുകൾ പറയും കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന ഒരാളായിരിക്കാം, ഇപ്പൊ നിങ്ങൾ BJP ആയി മാറി, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു വിശ്വാസത്തിലേക്ക് മാറുന്നുണ്ടാവാം. ക്ഷേത്രങ്ങള്, പള്ളികള്, ഇതിലൊക്കെ പോകാത്ത ആളുകൾ അതിലേക്ക് പോകുന്നു എന്നുള്ളത്. അതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു വിരക്തിയിലേക്ക് മാറുന്നതായിട്ടും ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും ഒരു വിരക്തിയിലേക്ക് പോകാതെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയല്ല സ്പിരിച്വാലിറ്റി എന്ന് മനസ്സിലാക്കുക. ഉത്തരവാദിത്തങ്ങൾ അപ്പോഴും നിങ്ങൾക്കുണ്ട്. അത് തീർക്കേണ്ടത് നിങ്ങളുടെ കർമ്മമാണ്. ആ കർമ്മം ചെയ്യാതെ നിങ്ങൾക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ ആത്മീയതയിലേക്ക്, സന്യാസത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവില്ല. നിങ്ങളുടെ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഇതിലേക്ക് പോവാന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ പറയാനുള്ളത്. 3 of Cups എനർജിയാണ്. ചില ആളുകൾ നിങ്ങളെ പ്രായമായിട്ടുള്ളവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മമാരായിരിക്കാം. നിങ്ങൾ പ്രായമായി നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മക്കളുടെ വിവാഹവും കാര്യങ്ങളൊക്കെ അടുത്തിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാവും. നിങ്ങൾ തീർത്ഥയാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളാവാം. ഇപ്പൊ കാശി, രാമേശ്വരം, മെക്ക, മദിന പോലുള്ള ഇടങ്ങളിലേക്ക് പോകുന്നുണ്ടാവാം. അതേപോലെ ജോർദാൻ, അതുപോലെയുള്ള ഇടങ്ങളിൽ ഇപ്പോഴത്തെ സാഹചര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്, ജെറുസലേം. പക്ഷെ എന്നിരുന്നാലും അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ പലയിടങ്ങളിലൊക്കെ പോകുന്നതായിട്ടുള്ള സാഹചര്യം ഇപ്പോൾ പല ആളുകളെയും സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഉത്സവ പ്രതീതി കാണിക്കുന്നുണ്ട് പലരിലും. മക്കളുടെയൊക്കെ വിവാഹം, അതുപോലുള്ള സന്തോഷ വാർത്ത കാണിക്കുന്നുണ്ട്. മക്കൾക്ക് ജോലി കിട്ടുന്നത്, കുടുംബത്തിലൊരു ആഘോഷം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വരുന്ന 6 മാസത്തിനുള്ളിൽ. അതിന്റെ ഒരു സന്തോഷം നിങ്ങളുടെ ഇടയിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ പേജ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി ഇവിടെ പ്രണയ സാക്ഷാത്കാരം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ കൺഗ്രാറ്റുലേഷൻസ് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ജോലി സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്കുള്ളൊരു ജോലി നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ എന്ത് കാര്യത്തിൽ, എവിടെ, എങ്ങനെ, എപ്പോൾ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു
തീരുമാനമെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ പ്രണയവും പ്രണയ സാക്ഷാത്കാരവും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യ പ്രണയം, ഈ ഒരു സംഭവം ഇതുവരെ പ്രണയം നടക്കാത്തവർ ആദ്യ പ്രണയം സംഭവിക്കുന്നിടമാണ്. അതേപോലെ നിങ്ങളുടെ സോൾമേറ്റ്, ഇപ്പൊ പറയുകയാണെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻസ് കണ്ടുമുട്ടുന്ന സമയം, സോൾമേറ്റ്സ് തമ്മിൽ കണ്ടുമുട്ടുന്ന സമയമുണ്ട്. പിന്നെ നിങ്ങൾ ചില ആളുകൾ നിങ്ങൾ സോൾമേറ്റ് അടുത്തിടയ്ക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൽ നിങ്ങളുടെ ഫ്ലെയിമിനെ കണ്ടെത്തുന്നു എന്നുള്ളതാണോ, അതായത് നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടെത്തുന്ന സാഹചര്യം, അവർ തമ്മിലുള്ള ഒരു കണക്ഷനൊക്കെ വരുന്ന സമയമാണ് ഈ ഒരു ടൈം പീരീഡ്. ഇമോഷണലി ആൻഡ് സ്പിരിച്വലി വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ടൈമാണ്. നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ, ഒരു സന്തത സഹചാരിയെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം കൂടിയിട്ടാണിത്. ഈ ലവേഴ്സ് എനർജിയാണ്. ഈ പറഞ്ഞ പോലെ വിവാഹം ഇത്യാദി കാര്യങ്ങളായിരിക്കാം ലവേഴ്സ് എനർജി ഉള്ളത് കൊണ്ട് തന്നെ ആ സ്ട്രോങ് കണക്ഷൻ ഉണ്ട്. ഓൾറെഡി വിവാഹിതരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സ്പാർക്ക് നഷ്ടപ്പെട്ടു, ഒരു പ്രണയമില്ല, റൊമാൻസിൽ എന്ന് ചിന്തിക്കുന്നവർക്ക് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു റൊമാൻസ് വരുന്ന ഒരു സമയം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു കണക്ഷൻ, ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് വോൺസ് എനർജി. സോ ഈ ഒരു എനർജി 8 ഓഫ് വോൺസ് എനർജി ഫാസ്റ്റ് സ്പീഡ് എനർജിയാണ്. അപ്പോൾ ആക്ഷൻ ആണ് അതിവിടെ സൂചിപ്പിക്കുന്നത്. ഓരോ മൊമെന്റ്, ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫ് ഒരു സ്പീഡി എനർജിയാണ്. ഇൻസ്പിറേഷണൽ ഫിയേഴ്സം എനർജിയാണ്. വളരെ പോസിറ്റീവായിട്ട് ജീവിതം മുന്നോട്ടേക്ക് നയിക്കുന്ന ഒരു സമയമാണ്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് ഇരുന്ന് ഒരു സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളതിനൊന്നും സമയം ഉണ്ടാവില്ല. പൊതുവെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്നായിരിക്കും നടക്കുന്നത്. പല പല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവ്യമാകുന്നുണ്ട്. കൺസിസ്റ്റന്റ് മൂവ്മെന്റ് ആണ്. അപ്പോൾ ഇപ്പോഴാണ് സമയം, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ അധികം കാത്തിരിക്കേണ്ട, ആക്ഷൻ എടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ് വരുന്നത്. അങ്ങനെയുള്ള പല ആക്ഷൻസ് എടുക്കുന്ന സമയമാണ് ഈ 6 months. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടാകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. Okay, so pile number 3. Pile number 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. Let's see. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സന്തോഷ വാർത്ത, അതായത് ഈ വരുന്ന 6 മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സന്തോഷ വാർത്ത എന്താണ് പൈൽ നമ്പർ 3 എന്ന് നമുക്ക് നോക്കാം. Let's see. Page of Wands, 3 of Cups, Akhosham, 7 of Pentacles, 5 of Swords, 7 of Swords and Page of Swords. Sword energy ആണ്. സെക്കൻഡ് റോ മുഴുവൻ സോർട്ട് എനർജി ഓഫ്. ഓക്കെ, മെയിൻ തീം എന്താണ് നമുക്ക് നോക്കാം. എന്തായാലും ഹാങ്ഡ് മാൻ എനർജി. ഓക്കെ, പൈൽ നമ്പർ 3 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷ വാർത്തകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു എനർജി കൂടുതലായിട്ടും ഒരു അതായത് ഒരു സ്ട്രോങ് ഇമോഷണൽ, ഇന്റൻസ് ഇമോഷണൽ സ്ട്രെസ് നിങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആക്റ്റീവായിട്ടിരിക്കുക. അതുപോലെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ആദ്യം പറയട്ടെ. മറ്റുള്ളവരുമായിട്ട്, അതായത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ടുള്ള കാര്യങ്ങൾ, സഹജീവികളോടുള്ള സഹാനുഭൂതി വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ശ്രമിക്കുക. മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ സഹായിക്കുക. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. കടമായിട്ട് ആർക്കെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കുക. കടമായിട്ട് എന്നല്ല, ഒരാളെ സഹായിക്കാൻ തീർച്ചയായിട്ടും, അതായത് തിരിച്ചു കിട്ടില്ല എന്നുള്ളിടത്ത് കൊടുക്കുക. പക്ഷെ എന്തേ തിരിച്ചു തരാം എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ട് കൊടുക്കാതിരിക്കുക. ചെറിയ രീതിയിൽ സഹായമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത്, വലിയ രീതിയിലായാലും ചെറിയ രീതിയിലായാലും സഹായം എന്നുള്ള രീതിയിൽ ചെയ്യാം. കടം കൊടുത്താൽ കിട്ടാൻ സാധ്യത കുറവാണ് എന്നുള്ളത് മാത്രമല്ല നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു ചിന്ത വെച്ചുകൊണ്ട് കടം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ആദ്യമേ പറയുന്നത്. പിന്നെ പേജ് ഓഫ് സോർട്സ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ വളരെ നാളുകളായിട്ട് കുറച്ച് ഐഡിയാസ് ഒക്കെ മൈൻഡിലുണ്ട്. ആ ഐഡിയാസ് ഒക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റിയൊരു സമയമാണ് ഇത്.
നാച്ചുറൽ ബോൺ ലീഡർ ആണ്. നിങ്ങളുടെ ഉള്ളിൽ അൾട്രാ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവരുന്ന ഒരു സമയം. അതേപോലെ തന്നെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ ഓവർലി അംബീഷ്യസ് ആയിട്ടുള്ള ഒരു എനർജി. എന്തുകൊണ്ടാണ് ഒരു വളരെയധികം അംബീഷ്യസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ഉള്ളിൽ? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ മുന്നേറാൻ പറ്റാത്തത്? എവിടെ എന്ത് ചെയ്താൽ എങ്ങനെ മുന്നോട്ടേക്ക് പോകാം എന്നുള്ളൊരു കാര്യം. ആത്മവിശ്വാസത്തോടു കൂടിയിട്ടുള്ളൊരു മുന്നേറ്റം എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളത്. അതേപോലെ തന്നെ വളരെയധികം സ്നേഹവും സഹാനുഭൂതിയും നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്നു എന്നുള്ളത് കൂടിയിട്ടാണ്. ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നാച്ചുറൽ ബോൺ ലീഡർ എനർജിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. നിങ്ങളുടെ അതായത് ഈ ഒരു മുന്നോട്ടേക്ക് വരുന്ന 6 months പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഡാൻസിങ് എനർജി എന്ന് പറയാം. അതായത് നിങ്ങൾ വളരെ ഒരിടത്ത് ഇരിക്കില്ല, എപ്പോഴും നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കും. ശാരീരികമായിട്ടുള്ള ആക്ടിവിറ്റീസാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ എക്സസൈസ്, ജിമ്മിൽ പോവുക, അതേപോലെ സ്പോർട്സ്, അതുപോലുള്ള കാര്യങ്ങൾ വളരെ ആക്റ്റീവായിരിക്കും. അതായത് ഒരു ശുഭവാർത്ത എന്ന് പറയുന്ന അടുത്തിടയ്ക്ക് നിങ്ങൾ എപ്പോഴും ക്ഷീണമാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അത് ചെയ്യണ്ടേ ഇത് ചെയ്യണില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ആക്റ്റീവ് ആവുന്ന സമയമാണ് ഈ ടൈം പീരീഡ് എന്ന് വെച്ചാൽ. നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. മറ്റുള്ളവരോടൊപ്പം തന്നെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നതും ഇഷ്ടങ്ങൾക്ക് മറ്റുള്ളവരുടെ പോലെ, അതായത് മറ്റുള്ളവരോട് കൂടി ചേർന്ന് പല കാര്യങ്ങളിലും പുതിയ പുതിയ കാര്യങ്ങളിലൊക്കെ മനസ്സിലാക്കി അതിൽ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയം ഈ ഒരു മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് കാണിക്കുന്നുണ്ട്. തീരെ തീരെ പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് സഹായങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത പല കാര്യങ്ങളും ആഗ്രഹിച്ചത് പക്ഷെ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചതോ ഇപ്പോ നടക്കുമെന്ന് വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ വളരെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നത്. ഇത് നമ്മളിപ്പോ അത്ഭുതം എന്നൊക്കെ പറയില്ലേ, മിറാക്കിൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് അത്ഭുതങ്ങളൊക്കെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അതേപോലെ 3 of Cups എനർജിയാണ്. വളരെ പ്ലസന്റ് ആയിട്ടുള്ള മുഹൂർത്തങ്ങൾ ഈ ഒരു 6 monthsലുണ്ട്. ശുഭവാർത്ത പറഞ്ഞ പോലെ ശുഭവാർത്ത എന്ന് പറയുന്ന മാരേജ് സിറ്റുവേഷൻ ഉണ്ട്, വിവാഹം, മറ്റു കാര്യങ്ങൾ. കുറച്ച് നാളുകളായിട്ട് വിവാഹ തടസ്സങ്ങളൊക്കെ ഉള്ളവർക്ക് വിവാഹ കാര്യങ്ങളൊക്കെ സംഭവ്യമാകുന്നതിന്റെ ഒരു സന്തോഷം. ആ ഒരു യൂണിവേഴ്സ്, ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല സൈൻസും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട് നിൽക്കുന്നിടത്ത് നമ്മൾക്ക് കൂട്ട് വരുന്ന, അതായത് നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നിടത്ത് മറ്റ് ആളുകളിൽ നിന്നൊരു കൂട്ട് കിട്ടുന്നതായിട്ടുള്ളൊരു സൂചന ഇവിടെ തരുന്നുണ്ട്. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് നിങ്ങൾ ലൈഫിൽ മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ള പല കാര്യങ്ങളിലും മുന്നേറ്റം നിങ്ങൾക്ക് പറ്റുന്നൊരു കാര്യമാണ്. അതായത് എവിടെ മുന്നോട്ടേക്ക് പോകണം എന്നൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പില്ല, ഒരു വ്യക്തത ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങളെ സഹായിക്കാൻ ആളുകൾ നിങ്ങളോടൊപ്പം വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ എവിടെ പുറകോട്ടേക്ക് പോയി എന്ന് തോന്നുന്നു അവിടെ ഒരു കൈത്താങ്ങായിട്ട് മറ്റ് സഹായത്തിനും മറ്റാളുകൾ നിങ്ങളോടൊപ്പം വരുന്നു എന്നുള്ളതാണ്. ലൈഫിൽ പലയിടത്തും നിങ്ങൾ നിന്നുപോയി അല്ലെങ്കിൽ വിട്ടുപോയി എന്ന് തോന്നുന്നിടത്തൊക്കെ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്നതിന്റെ ഒരു സംതൃപ്തി നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ലൈഫിൽ ആ ഒരു എനർജിയാണ് ഇവിടെ. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവാഹം ഉറപ്പിച്ചിട്ട് അടുത്തിടയ്ക്ക് നിങ്ങൾക്ക് വിവാഹം ഉറപ്പിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ളവരും അതേപോലെ ബ്രേക്കപ്പ് ആയിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ച് ഈ പറയുന്ന 6 months വളരെ പ്രധാനപ്പെട്ടതാണ്. വിവാഹ സാധ്യതകളുള്ള സമയമാണ്. അതേപോലെ തന്നെ ഡിവോഴ്സ് നടന്നിട്ടുള്ളവർ, വളരെ ഭീകരമായിട്ടുള്ളൊരു ഡിവോഴ്സൊക്കെ ആയിരിക്കാം. ഡിവോഴ്സ് നടന്നിട്ടുള്ളവർ രണ്ടാമതൊരു വിവാഹത്തിന് ശ്രമിക്കുന്നവർക്കൊക്കെ ഈ ഒരു സമയം വളരെ നല്ലതാണ്. പുതിയൊരു വിവാഹം, രണ്ടാമതൊരു വിവാഹം സാധ്യമാകുന്നു. ഒരു പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും ഒരു നല്ല ജീവിത പങ്കാളി ലഭിക്കുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ പറയാവുന്ന സമയമാണിത്. ആൻഡ് 7 of Pentacles എനർജിയാണ്. ഈ ഒരു 7 of Pentacles എനർജി എന്ന് പറയുന്നത് ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ നേടാൻ ആഗ്രഹിച്ചോ അത് നേടിയെടുക്കുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. ഈ ഒരു 7 of Pentacles എനർജി പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതോടൊപ്പം തന്നെ നിങ്ങളുടെ സാമ്പത്തികമായിട്ട് ഒരു അടിത്തറ, ഒരു സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. ലൈഫിൽ
എന്താണ് ഒരു പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വിട്ടുകളയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, എല്ലാം ഗീവ് അപ്പ് ചെയ്യാൻ പെട്ടെന്ന് വിട്ടുകളയുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി ആ ഒരു എന്താണ് സ്ട്രോങ് ഒരു മെന്റാലിറ്റിയോട് കൂടിയിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണിക്കുന്നത്. പലപ്പോഴും ഫോളോ അപ്പ് ചെയ്യാതെ നിങ്ങൾ വിട്ടുകളയുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റിയോട് കൂടി ഫോളോ അപ്പ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഷെയർ ട്രേഡിംഗ്, മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ, മ്യൂച്വൽ ഫണ്ട്സ്, പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, പലയിടങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള ഒരു മുന്നേറാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് നടത്താൻ പറ്റുന്ന സമയമാണ്. നല്ല ഇടങ്ങളിൽ നല്ല അതായത് പലപ്പോഴും ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്നൊക്കെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സഹായങ്ങളൊക്കെ. ഇപ്പം നിങ്ങൾ സാമ്പത്തികമായിട്ട് ഇൻവെസ്റ്റ്മെന്റ്, FD അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇടങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു വരുന്ന 6 monthsൽ വലിയ റിസ്ക് ഇല്ലാത്ത ഇടങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്കൊരു സ്ലോ ആയിട്ടുള്ള രീതിയിലാണ് ഗ്രോത്ത് വരുന്നതെങ്കിലും സ്ഥിരതയുള്ള ഒരു ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. വളരെ നല്ലൊരു തീരുമാനമായിട്ടും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 5 of Swords എനർജിയാണ്. ഈ ഒരു 5 of Swords എനർജി എന്ന് പറയുന്നത് ലൈഫിൽ എന്താണ് ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. വളരെയധികം അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വളരെ വലിയ കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ പുറകോട്ടേക്ക് നിൽക്കുന്നിടത്ത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും അപകർഷതാ ബോധം കൊണ്ട് മാറി നിൽക്കേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ അകറ്റി നിർത്തുന്നു, അപകർഷതാ ബോധം കൊണ്ട് മാറ്റി നിർത്തുന്നു. ഇങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് നിങ്ങളുടെ ലൈഫിലെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം വരുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ ആ ഒരു മാറ്റം നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നതാണ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ അനാവശ്യ ചിന്തകളിൽ നിന്ന് നിങ്ങൾ മുന്നേറുന്ന ഒരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. പലതരത്തിലുള്ളൊരു മുന്നേറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലൈഫിൽ ചിന്തിക്കേണ്ടുന്ന പല കാര്യങ്ങൾ, മാറേണ്ടിടത്ത് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ചിന്തകളിൽ പലതരത്തിലുള്ള ചിന്താഗതികൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്. ലൈഫ് ജീവിതത്തിൽ എവിടെയാണ് നിങ്ങൾ പുറകോട്ടേക്ക് പോയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നേറുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. പലയിടങ്ങളിലും ജീവിതത്തിൽ നിങ്ങൾ പലയിടങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നേറുന്നതിന്റെ ഒരു സാഹചര്യമാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന അനാവശ്യ ചിന്തകളും മറ്റു കാര്യങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ പലപ്പോഴും നിങ്ങൾ എന്ത് സാഹചര്യം വരുമ്പോഴും നിങ്ങൾ മറ്റുള്ളവര് ചില ഇടങ്ങളിൽ ഇവിടെ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തികളായിരിക്കാം. അപ്പോൾ ചില ആളുകൾക്ക് എതിരായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്ത ചില ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളായിരിക്കാം. നിങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തായിട്ട് കരുതിയ ഒരു വ്യക്തിയോട് തുറന്നു പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇതെല്ലാം എല്ലാവരുടെ അടുത്തും തുറന്ന് പറയാൻ പറ്റിയ കാര്യങ്ങളല്ല. നിങ്ങൾ സുഹൃത്തെന്ന് കരുതുന്ന ഒരു വ്യക്തി സുഹൃത്ത് തന്നെ ആയിരിക്കണമെന്നുമില്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. ഇതൊരു സത്യം പറയുകയാണെങ്കിൽ ഇതൊരു നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഗുഡ് ന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ബാഡ് ന്യൂസ് ആയിട്ട് മാറിയേക്കാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. അത് ഒഴിച്ചാൽ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾ. അതായത് നാവ് ശ്രദ്ധിക്കാൻ ആവശ്യമായിട്ട് മനസ്സിലുള്ളതൊക്കെ എല്ലാവരോടും പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് പിന്നീട് ബാധിച്ചേക്കാം എന്നുള്ളത് കൂടിയിട്ടാണ് അതിവിടെ സൂചിപ്പിക്കുന്ന ആ ഒരു എനർജി. ഓക്കെ, പേജ് ഓഫ് സോർട്സ് എനർജിയാണ് ഈ ഒരു എനർജി. പേജ് ഓഫ് സോർട്സ് എനർജി എന്ന് പറയുമ്പോൾ ലൈഫിൽ പല കാര്യങ്ങളിലും ഈ ഒരു എനർജി, അതായത് ഈ ഒരു പേജ് ഓഫ് സോർട്സ് എനർജി എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. ക്രിയേറ്റീവ് സൈഡ് വളരെ സ്ട്രോങ് ആവുകയാണ്. പുതിയ പുതിയ ഐഡിയാസ് വരുന്നുണ്ട്, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി ഉയർന്നു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പുതിയ കോഴ്സ് ചേരുന്നുണ്ടാവും. വിദ്യാർത്ഥികളല്ല എങ്കിൽ കൂടിയും ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിയിൽ നിന്ന് തന്നെ അവർ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്, പുതിയ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സോ മറ്റു കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഒരു ഇന്റലക്ച്വൽ പെർസ്യൂട്ടാണ്. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ജ്ഞാനം നേടുന്നത്, വിദ്യ നേടുന്നത് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള നല്ല ശുഭവാർത്ത കേൾക്കാം. ഇപ്പോൾ ചില വിദേശത്ത് പോയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സമയം വരുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പുറത്തു പോയിട്ട് ചെയ്യുന്നവർ, ഹയർ ഡിഗ്രീസ് ഇപ്പോൾ MBBS കഴിഞ്ഞിട്ട് MD, FRCS അതേപോലുള്ള കാര്യങ്ങൾ PhD ചെയ്യാൻ വേണ്ടിയിട്ട്,
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നവർക്ക് നല്ല സമയമാണ്. നിങ്ങളുടെ മെയിൻ തീ വന്നിട്ട് ഹാങ്ഡ് മാൻ എനർജിയാണ് പൈൽ നമ്പർ 3. ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലരെ സംബന്ധിച്ച് ഒരു സ്റ്റക്ക് എനർജിയാണ്. പക്ഷെ ഇതൊരു സ്റ്റക്ക് എനർജി അല്ല. നിങ്ങളുടെ ഉള്ളില് നിങ്ങൾക്ക് അപാരമായിട്ടുള്ള കഴിവുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഇന്നർ സ്ട്രെങ്ത്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ലിമിറ്റ്ലെസ് പൊട്ടൻഷ്യൽ, നിങ്ങളുടെ ഉള്ളിലുള്ള ആ കഴിവിനെ നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അത് ആ ഒരു പ്രപഞ്ചശക്തിക്ക് മുൻപിൽ അടിയറവ് വയ്ക്കുകയാണെന്ന് നമുക്ക് പറയാം. അതായത് ഈ ഒരു സമയം എന്ന് പറഞ്ഞ ഒരു സ്റ്റാഗ്നേഷൻ അല്ല, മറിച്ച് നമ്മൾ പറയില്ല, ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ധൃതി പിടിച്ചൊന്നും ചെയ്യില്ല. എവിടെയെങ്കിലും നമ്മൾ സ്വസ്ഥമായിട്ട് ഇരുന്ന് മനസ്സിനെ ആ ഒരു സന്തുലിതാവസ്ഥ നിർത്തിക്കൊണ്ടിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് ഒന്ന് ഇരുന്ന്, അതായത് നമ്മൾ ഓടി നടക്കുകയല്ല, എനർജറ്റിക് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് അല്ല, അവിടെ ഒരു പീസ് ആൻഡ്, അത് സൺ എനർജി അല്ല, അത് മൂൺ എനർജിയാണ്. നമ്മൾ സൺ എനർജി കോൺഫിഡൻസ്, ഫൺ ആക്ടിവിറ്റീസ് ആണ്. മൂൺ എനർജി കാം ക്വയറ്റ് എനർജിയാണ്. മൂൺ എനർജിയാണ് അവിടെ വരേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോവാം, കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റിയും കഴിവുകളും മറ്റും നിങ്ങളിൽ നിന്ന് തന്നെ ഇൻസ്പയർഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.